ബാങ്കിൽ പണയം വെച്ച സ്വർണം ഉടമയറിയാതെ കൂടിയ തുകയ്ക്ക് പണയം വെച്ച് ലക്ഷങ്ങളുടെ തട്ടിപ്പ്. മലപ്പുറം താനൂരിലെ കാത്തലിക് സിറിയൻ ബാങ്ക് മാനേജരായിരുന്ന അർജുന്റെ ആസൂത്രണത്തിലാണ് തട്ടിപ്പ് നടന്നത്. താനൂർ സ്വദേശി മുഹമ്മദ് യാസിൻ നൽകിയ പരാതിയിലാണ് ഈ വലിയ കൊള്ളയെക്കുറിച്ചുള്ള വിവരം പുറലോകമറിയുന്നത്. കേസിൽ മുൻ മാനേജർ അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിലെ രണ്ടാം പ്രതി ഷുഹൈബ് ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത്. സമാനമായ രീതിയിൽ കൂടുതൽ പേരുടെ സ്വർണം വെച്ച് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്. നേരത്തെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാനേജർ സ്ഥാനത്ത് നിന്നും അർജുനെ നീക്കം ചെയ്തിരുന്നു. ജിഷാദ്, ഇതൊരു വലിയൊരു കൊള്ളയാണ്. ജിഷാദിലേക്ക് എത്താം. അതിനു മുൻപ് ഈ പണം നഷ്ടപ്പെട്ട ഈ തട്ടിപ്പിനിരയായ യുവാവിന്റെ പ്രതികരണത്തിലേക്ക്. ഞാൻ താനൂർ CSB ബാങ്കിൽ എൻ്റെ കുറച്ച് ഗോൾഡ് ലോൺ പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 2 തവണ ആയിട്ടാണ് വലിയ എമൗണ്ടിന്റെ 2 ഗോൾഡിന്റെ സെക്ഷൻ ആക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാനത് 2025 വീട്ടിൽ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അങ്ങനെ ഒരു ഗോൾഡിന്റെ പേരില്ല എന്നുള്ള ഒരു ഇത് അവിടുത്തെ മാനേജർ പറഞ്ഞു. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അതിന്റെ സത്യാവസ്ഥ ഞാൻ അറിയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താനൂരുള്ള ഷുഹൈബ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ വൈഫിന്റെ പേരിലും ആളുടെ മോളുടെ പേരിലുമാണ് ഈ ഗോൾഡ് മാറി കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞാനത് അവിടുത്തെ ബാങ്ക് മാനേജർ അടുത്ത് ചോദിച്ചു. ഈ ബാങ്ക് മാനേജറെ പരിചയപ്പെടുത്തി തന്നൊക്കെ എനിക്ക് ഷുഹൈബ് തന്നെ ആയിരുന്നു പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വെച്ചതിനെക്കാട്ടിയും ഡബിൾ ആയിട്ടുള്ള എമൗണ്ടിലാണ് അവിടെ ഇപ്പൊ ഗോൾഡ് കിടക്കുന്നത്. ഞാൻ ആകെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു 31 ലക്ഷം രൂപന്റെ അടുത്തായിരുന്നു. അത് തിരിച്ചെടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് 61 സംതിങ്ങിന്റെ അടുത്ത് ആയിട്ട് കിടക്കുന്നത് കണ്ടത്. എന്റെ അറിവും സമ്മതം ഇല്ലാതെയാണ് ഈ സംഭവം മാറി കിടക്കുന്നത്. തട്ടിപ്പിനിരയായ മുഹമ്മദ് യാസിന്റെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. എങ്ങനെയാണ് ഈ തട്ടിപ്പിനിരയായതെന്നാണ് ആ യുവാവ് വിശദീകരിക്കുന്നത്. ജിഷാദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിഷാദ്, ഇത് വലിയൊരു കൊള്ളയാണ്, അതും ബാങ്ക് മാനേജറുടെ നേതൃത്വത്തിൽ. ഇതിൽ ഇടനിലക്കാരുണ്ട്. ഈ ഷുഹൈബ്, കേസിലെ രണ്ടാം പ്രതി ഷുഹൈബ് ഇടനിലക്കാരനെന്നാണ് മനസ്സിലാക്കുന്നത്. ഷുഹൈബിൻ്റെ ഭാര്യയുടെ ഉൾപ്പെടെ പേരിലാണ് ഈ ഒരു തട്ടിപ്പ് നടന്നത്. അതായത് ഈ യാസിൻ പണയം വെച്ച സ്വർണം കൂടിയ തുകയ്ക്ക് പണയം വെച്ചത് ഷുഹൈബിൻ്റെ ഭാര്യയുടെ പേരിലെന്നാണ് പരാതിയിൽ പറയുന്നത്. മാത്രമല്ല, ഈ ഷുഹൈബിൻ്റെ ഭാര്യ മുസ്ലിം ലീഗിൻ്റെ മുൻ നഗരസഭാ കൗൺസിലർ കൂടിയാണ്. അവരെ സംരക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. മാത്രമല്ല, ഷുഹൈബിനെ ഇതുവരെയും പിടികൂടിയിട്ടില്ല. ഷുഹൈബിന് ഒളിവിൽ പോകാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കുകയാണ്. ഷുഹൈബ് കൺമുന്നിലുണ്ടായിട്ടും പോലീസ് പിടികൂടുന്നില്ല. ഗുരുതരമായിട്ടുള്ള ആക്ഷേപം കൂടി പോലീസിനെതിരെ ഈ തട്ടിപ്പിന് ഇരയായ യാസിൻ ഉന്നയിക്കുന്നുണ്ട്. അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമല്ലേ ഇത്? ടോം, കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ബാങ്കിൽ പണയം വെച്ച സ്വർണം ഉടമയറിയാതെ കൂടുതൽ തുകക്ക് മറച്ചു വെച്ചാണ് ഈ തട്ടിപ്പ് നടത്തിയിരുന്നത്. സംഭവത്തിൽ ഒളിവിലായിരുന്ന ഷുഹൈബിനെ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. താനൂർ സ്വദേശിയായ ഷുഹൈബിന്റെ ഭാര്യ മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. ഇവർക്കെതിരെയും പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല ഇതുവരെ. മുൻ മാനേജർ അർജുൻ ഉൾപ്പെടെയുള്ളവരുടെ ആസൂത്രണത്തിൽ നടന്ന വലിയൊരു കൊള്ളയാണ് എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. ഷുഹൈബിനെയും ഇയാളുടെ ഭാര്യയും കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. എന്നാൽ ഈ ഷുഹൈബിന്റെ വൈഫിനെ കേന്ദ്രീകരിച്ച് പ്രതി പട്ടികയിലേക്ക് ചേർക്കാനോ അല്ലെങ്കിൽ ഇവരെ കൂടുതലായി അന്വേഷിച്ച് ഇത് കൂടുതൽ മൊഴിയെടുക്കാനോ പോലീസ് തയ്യാറാകുന്നില്ലെന്നുള്ള ആക്ഷേപമുണ്ട്. താനൂർ സ്വദേശി മുഹമ്മദ് യാസിൻ നൽകിയ പരാതിയിലാണ് ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. കേസിലെ ഒന്നാം പ്രതിയും കത്തോലിക് സിറിയൻ ബാങ്ക് മുൻ മാനേജറുമായിരുന്ന അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരുന്നു. പല ഘട്ടങ്ങളിലായി അതായത് യാസിൻ 100 പവനോളം സ്വർണമാണ് പണയം വെച്ചിട്ടുണ്ടായിരുന്നത്. 17 ലക്ഷം രൂപ അന്നത്തെ ഘട്ടത്തിൽ വായ്പ എടുത്തിരുന്നു. പിന്നീട് പല ഘട്ടങ്ങളിലായി ഈ തിരിച്ചടവ്, അതായത് ഈ സ്വർണം എടുക്കാൻ പോകുമ്പോഴാണ് ഈ 61 ലക്ഷം രൂപയുടെ ബാധ്യതയിലേക്ക് അതായത് യാസീനെ കൊണ്ടെത്തിക്കുന്നത്. തുക തിരിച്ചടച്ച് ഒരു ഭാഗം സ്വർണം കാണാനുള്ള വിവരം അറിയുന്നത് ഉടൻ തന്നെ കണ്ടെത്തി നൽകാമെന്ന് അന്ന് മാനേജറായിരുന്ന അർജുൻ ഉൾപ്പ് നൽകിയിരുന്നു. പക്ഷെ അത് പിന്നീട് പാലിക്കപ്പെട്ടില്ല. യാസീൻ അറിയാതെ ഇതേ സ്വർണം രണ്ടാം പ്രതിയും ഷുഹൈബിന്റെ അതായത് ഇയാളുടെ ഭാര്യയുടെ പേരിൽ താനൂർ ശാഖയിൽ തന്നെ ഉയർന്ന തുകയ്ക്ക് പണയം വെച്ചതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ബാങ്ക് മാനേജറെയും മറ്റു ജീവനക്കാരുടെയും പൂർണ്ണ അറിവോടെ തന്നെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. തട്ടിപ്പിന്റെ അതായത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ജിഷാദ്, കൂടുതൽ പേർ ഈ സമാനമായ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതല്ലേ? കാരണം
ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണേണ്ടതല്ല. ഈ അർജുനെ മാനേജർ സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടുണ്ട്. അതായത് ബാങ്ക് ആഭ്യന്തര തലത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. അവിടെ ഈ തട്ടിപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇവിടെ ഒരു അർജുൻ, ഒരു മാനേജർ വിചാരിച്ചാൽ മാത്രം ഈ തട്ടിപ്പ് നടക്കുമോ? കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ? കൂടുതൽ പേർ പ്രതിപട്ടികയിലേക്ക് വരുമോ? പൂർണ്ണമായിട്ടും മറ്റു ജീവനക്കാരുടെയും പൂർണ്ണ അറിവോട് കൂടി തന്നെ ആയിരിക്കാം ഈ ഒരു വലിയ കൊള്ള നടന്നിട്ടുള്ളത്. സമാന രീതിയിൽ കൂടുതൽ ഇടപാടുകാരുടെ സ്വർണം മറിച്ച് പണയം വെച്ച് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കേസിൽ കൂടുതൽ ജീവനക്കാരും ഇടനിലക്കാരും അന്വേഷണത്തിലേക്ക് കൂടുതലായിട്ട് കേസിലേക്ക് ഉൾപ്പെടും. അതേസമയം ബാങ്ക് അധികൃതരെയും ഉന്നതരെയും സംരക്ഷിക്കുമെന്ന് കാട്ടി അതായത് ഈ മുഹമ്മദ് യാസീൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ ഭാര്യ, അതായത് മുഹമ്മദ് യാസീന്റെ അതായത് യാസീന്റെ, അതായത് മുഹമ്മദ് യാസീൻ മറ്റേ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിരിക്കുന്നത് കൂടുതലായിട്ട് അതായത് ഷുഹൈബിന്റെ വൈഫ് ഇതിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവരുടെ പേരിലാണ് ഈ സ്വർണം മറച്ചു വെച്ചിട്ടുള്ളത്. അവരും പാടി പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരണമെന്നും ഷുഹൈബ് ആവശ്യപ്പെടുന്നുണ്ട്. ഇവരെ പിടികൂടാനോ അതുപോലെ തന്നെ ചോദ്യം ചെയ്യാനോ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും യാസീൻ ആരോപിക്കുന്നുണ്ട്. എന്തായാലും അതായത് ബാങ്ക് ജീവനക്കാരുടെയും മറ്റു ആൾക്കാരുടെയും പൂർണ്ണ അറിവോടുകൂടി തന്നെ ആയിരിക്കാം ഇത്തരത്തിലൊരു കൊള്ള നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ മറ്റു ഇടപാടുകാരെ ഇയാള് അതായത് കോംപ്രമൈസ് ആക്കി വിട്ടെന്നും അവിടുന്ന് നൽകുന്ന സൂചനകളുണ്ട് കേട്ടോ. യെസ്, വ്യക്തമാണ്. ജിഷാദാണ് വിവരങ്ങൾ നൽകിയത്. ബാങ്കിൽ പണയം വെച്ച് സ്വർണ്ണ ഉടമ അറിയാതെ കൂടിയ തുകയ്ക്ക് പണയം വെച്ച് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടത്തിയത്. മലപ്പുറം താനൂരിലെ കാത്തലിക് സിറിയൻ ബാങ്ക് മാനേജറായിരുന്ന അർജുൻ്റെ ആസൂത്രണത്തിലാണ് തട്ടിപ്പ് നടന്നത്. ഈ അർജുൻ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. പക്ഷേ ഈ കേസിലെ അർജുൻ്റെ കൂട്ടാളി അവിടുത്തെ ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇയാളെ ഇതുവരെയും പിടികൂടിയിട്ടില്ല. പോലീസ് ഈ പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നു എന്നാണ് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആരോപണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.